മണി ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? മണി പ്രോബ്ലവും മറ്റും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പക്ഷെ ഇപ്പൊ എങ്ങോട്ടാ? ആശാന്റെ മോൾ കവിതയ്ക്ക് അല്ല CD കടയിൽ പോയി നല്ലൊരു കവിത സെലക്ട് ചെയ്യണം നാടകത്തിന്. പ്ലീസ് വെയിറ്റ്. മോനെ വൃത്തിയായിട്ട് വിളിച്ചു പറയുന്നോടാ. രാമകുട്ടി ചേട്ടനെ കണ്ടതും പരിചയപ്പെട്ടതും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ മോള് പോലീസാ, പൂജ. പോലീസുകാരെല്ലാരും ഒരുമിച്ചാണല്ലോ കിടപ്പ്. അവർക്ക് അരി വെച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. പിന്നെ മോളെ പിരിഞ്ഞിരിക്കാനും വയ്യ. ഓ, പോലീസ് സ്റ്റേഷനിലേക്ക് ചായ കൊടുക്കുന്നത് ഞാനാ. അയ്യോ, അപ്പൊ നമുക്കിനി എന്നും കണ്ടുമുട്ടാം. ഓ, തീർച്ചയായിട്ടും. ഇവിടെ SP ഒക്കെ ഉണ്ട്. ഇനി നിന്നെ ഞാൻ പൂജ സാറെന്ന് വിളിക്കേണ്ടി വരുമോ? ഒന്ന് മിണ്ടാതിരുന്നേ. ഈ പെൺപോലീസ് എല്ലാം കൂടി എങ്ങോട്ടാ പോകുന്നത്? നമ്മള് ചിരിച്ചപ്പോ നിങ്ങൾ എന്താ ചിരിക്കാത്തെ? അല്ല, നിങ്ങള് ചിരിച്ചാർന്നാ? ഈ പറഞ്ഞിട്ട് മൂടിയാരണം മുഖം കാണാൻ മേല. നമ്മള് നിറയെ ഇങ്ങളെ കണ്ടിട്ടുണ്ട്. എവിടെ? മൈമുണ്ണിന്നല്ലേ പേര്? അതെ, മാറ്റണോ? എന്തിനാ അടുത്ത് വരുന്നത്? അപ്പൊ മാറ്റണോ അല്ലേ? പോലീസല്ലേ? ഡ്രൈവറാ. പേര് ജമീല. ജലീമ അല്ല, ജമീല. നല്ല പേര്. ജമീല ബേഡ്സ് മൈമുണ്ണി. ഹായ്. ഹായ്. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്താണ് പ്രത്യേകിച്ച്? ശല്ലി, ഇവന്മാരിന്ന് ശ്രദ്ധിച്ചോണം. എന്താടാ നോക്കി പേടിപ്പിക്കുന്നോ? നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ വച്ചതാണല്ലോ. ഇതെവിടെ? ഈശ്വരാ, കിട്ടി. സന്താന കാര്യങ്ങളിൽ അല്പം ക്ലേശം അനുഭവിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായ കോപം, എടുത്തുചാട്ടം ഇവ നിയന്ത്രിക്കണം. പരിഹരിക്കാം. പക്ഷേ ദാമ്പത്യം സൗഭാഗ്യസുന്ദരമായി തീരും. ഭാവി വരൻ കറുത്ത പ്രകൃതക്കാരനും വെളുത്ത മനസ്സുള്ളവനും ധനുക്കൂറിൽ ഭരണി ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവനുമായിരിക്കും. ആള് തസ്കരനുമായിരിക്കും. തസ്കരനോ? പോലീസുകാരിയായി എനിക്ക് കള്ളനായിരിക്കോ വരനാകാൻ പോകുന്നത്? ആണെങ്കി ആവട്ടെ. സാർ, ഒപ്പിടാൻ. നിക്ക്. അയ്യോ, ഞാനല്ല അത് ചെയ്തത്. ഏത് ചെയ്തത്? പോലീസുകാരല്ലേ, ഏതെങ്കിലും കുറ്റം കേൾക്കാൻ പറയുമെന്ന് പേടിച്ചിട്ടാ. പേടിക്കണ്ട, പേടി മാറി. എന്താ പേര്? ഗോവിന്ദൻകുട്ടി. നാള് ഭരണി. അയ്യോ, അത്ര വലിയ ഭരണിയല്ല, ചെറിയ ഭരണി. ധനുക്കൂറ ആദ്യത്തെ 15 നാഴികയിലാ ജനനം. ഈശ്വരാ, തസ്കരനാണല്ലേ? സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനൊക്കെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പോട്ടെ, പോയിക്കോ. ഇങ്ങനെ ശാലിനി ഗോവിന്ദൻകുട്ടി, നല്ല ചേർച്ച. ഗോവിന്ദൻകുട്ടി ഒരു കള്ളനല്ല. എന്റെ ഹൃദയം കവർന്ന ചോരനാണ്. ഒരു വെള്ള താമരമുട്ടി എന്റെ പ്രണയസഖിയായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ എണ്ണക്കറുപ്പിന് 7 അഴകാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ട.
പള്ളിപ്പാലകൾ പൂക്കുമ്പോൾ ഞാനൊരു ഗന്ധർവനും നീ ഒരു യക്ഷിയുമായി വരും. ഗന്ധർവനും യക്ഷിയും. പിന്നെ ഞാനും. ശ്ശോ. വരുന്നുണ്ട്. മണി, കാക്കിയില്ലാത്ത വർഷയെ കാണാൻ എന്തൊരു ഭംഗി. എന്നെ കളിയാക്കൊന്നും വേണ്ട. ചേടാ, ഞാൻ എന്ത് പറഞ്ഞാലും വർഷ കളിയായിട്ടാ എടുക്കുന്നത്. എന്നാലേ ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവാ. അതെന്താണെന്ന് എനിക്കറിയാം. തൽക്കാലം മണി നാട്ടിലേക്ക് തിരിച്ചുപോയി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ നോക്കണം. എന്നിട്ട് പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം. അപ്പൊ എല്ലാ കാര്യം മനസ്സിലായി. എന്നാ പിന്നെ എന്റെ പൊന്നുമോൻ ചെല്ല്. ഈ സ്ഥലം അത്ര ശരിയൊന്നുമല്ല കേട്ടോ. കാശ് ചോദിക്കാന്ന് വിചാരിച്ചപ്പോ അത് നടന്നില്ല. ഹലോ, ആ സ്വാമി, ശരി, ഞങ്ങളെത്താം. ആ, വീണ്ടും പോലീസ്. ഹലോ, ആ എന്തായി? തൽക്കാലം ഒരെണ്ണെ കൊണ്ടുവരുന്നുള്ളൂ, ബാക്കി അടുത്ത ആഴ്ച. ശരി, പെട്ടിക്ക് 9 ഹോൾ ഇടണം. ഹോളൊക്കെ ഇട്ടു. അതൊക്കെ അപരിചിത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നാ മതിയല്ലോ. അത് മതി. റിസപ്ഷനിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ക്യാഷ് ഉടനെ കിട്ടണം. ക്യാഷ് ഇവിടെ റെഡിയാണ്. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുഹമ്മദാജി ഒന്ന് കാണണം. അതെ, ഞങ്ങൾക്ക് മുഹമ്മദാജിനെ കാണണം. പഞ്ചവർണ്ണ പൂങ്കിളി പുതുനാരി, പഞ്ചവർണ്ണ പങ്കിളി പുതുനാരി, പഞ്ചവർണ്ണ പൂങ്കിളി പഞ്ചവർണ്ണ പങ്കിളി പുതുനാരി, പഞ്ചവർണ്ണ പങ്കിളി പുതുനാരി. നിങ്ങൾ നിർത്ത. എത്ര നേരിട്ട് എന്തേ ഹാജിരെ കാണാത്തെ? ആ കൊപ്രക്കാരൻ പറഞ്ഞു കാണത്തില്ല. ആചാര്യനി ഹജ്ജിന് വല്ലതും പോയി കാണൂ. ആ, അതായിരിക്കും, ഹജ്ജിന് പോയിരിക്കും. ഹജ്ജ് ഇനി പറഞ്ഞോളൂ. ഇതേതാ? ഞമ്മളാണ് ഹാജി, മുഹമ്മദ് ഹാജി, കുമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി. നിങ്ങളാണോ പുറത്ത് കാക്കനെ ആട്ടിക്കൊണ്ടിരുന്ന കാക്ക? ആ കാക്കയാണോ ഈ കാക്ക? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിരിക്കാതെ കാര്യം പറയും. പറയാ ആചാര്യ, പട്ടാമ്പി നേർച്ച വരാൻ പോണെയാണല്ല. നേർച്ച കൂടാനായിട്ട് പള്ളി പരിസരത്ത് വന്നാണ്. അപ്പോഴാണ് ഇങ്ങനെ ആചാര്യ 4ാമത്തെ ബീവി മതം മാറി വന്ന പുള്ളയാണ്. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകുന്ന അത്രേ ഉള്ളൂ ആചാര്യ. എന്നാ പിന്നെ ഞങ്ങള് പിന്നാമ്പുറത്തൂടെ. എന്തിന് പിന്നാമ്പുറത്തോടാക്കണം? മുന്നാമ്പുറത്തോട് തന്നെ കണ്ട് പോയിക്കോളെ. ഓളിപ്പം മുടിയില് പോയക്കണ സമയ. മുടിയില് അച്ഛല്ലേ ഓടി പോയിക്കോട്ടെ. എന്താ തിരക്ക്? നമുക്കൊരു വർത്താനം പറയുന്നോട്. എന്താ പേര്? ഓള് പോയിക്കേ. എന്റെ പേരറിയണ്ടേ? ആ, എന്താ പേര്? ഷക്കീല. ആചാര്യ പോലും ആചാര്യ. അല്ല, സെക്കീല്. സെക്കീല് കൂടി ആവുമ്പോ 5 ഒതുങ്ങോ?